പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായ സഹോദര മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് ആഘോഷപൂർവം കൊണ്ടാടുന്ന ഈ വേളയിൽ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നല്ലവനായ ദൈവം വിളിച്ചാൽ വിളികേട്ട വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ഉത്തരമരുളട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന് നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തില് ഒത്തിരിയേറെ സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്. 3-ാം നൂറ്റാണ്ടില് റോമാ നഗരിയിൽ ജീവിച്ച് കടന്നുപോയ വിശുദ്ധൻ ഈ കേരളക്കരയില് നമ്മുടെ ഇടയില് ഇത്രമാത്രം എന്തുകൊണ്ട് സ്വാധീനം ചെലുത്തുന്നു? വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരില് നമ്മുടെ ഇടയില് ഇത്രയേറെ ദേവാലയങ്ങളും ഇത്രയേറെ നാമധാരികളും എങ്ങനെയുണ്ടായി? എന്തുകൊണ്ടാണ് വിശുദ്ധൻ നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തില് ഇത്രയേറെ സ്ഥാനം വഹിക്കുക? സുവിശേഷത്തില് നാം വായിച്ചു കേട്ടു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും സകലവിധ തിന്മകളും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തില് വലിയ പ്രതിഫലം സ്വന്തമാക്കിയ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് തമ്പുരാന്റെ സന്നദ്ധിയില് ഉത്തരം നൽകുവാനായിട്ട് ഇത്ര ശക്തമായി തീക്ഷ്ണമായി മാധ്യസ്ഥം വഹിക്കുക. വിളിച്ചാൽ വിളികേട്ട വിശുദ്ധനായിട്ട് നമ്മുടെ ഇടയില് വിശുദ്ധൻ വ്യാപരിക്കുക. സ്വർഗത്തില് വലിയ പ്രതിഫലം സ്വന്തമാക്കിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഈ വിശുദ്ധൻ എങ്ങനെയാണ് സ്വർഗത്തില് ഇത്ര വലിയ പ്രതിഫലം സ്വന്തമാക്കിയത്? താൻ സ്വന്തമാക്കിയ ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തില് കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം നൽകിയതിന്റെ പേരിലാണ്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ താൻ സ്വന്തമാക്കിയ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തില് സാക്ഷ്യം നൽകി അതിന് ജീവൻ കൊണ്ട് വില നൽകിയതാണ്. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇത്രമാത്രം ശക്തമായ പ്രതിഫലം സ്വർഗത്തില് സ്വന്തമാക്കിയത്. റോമാക്കാർക്കുള്ള ലേഖനത്തില് 8-ാം അധ്യായം 35-ാം വാക്യത്തില് പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുക. ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഈ പ്രതിസന്ധികൾക്കിടയിലും താൻ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ വിശുദ്ധൻ. ഇങ്ങനെയുള്ളവരാണ് സ്വർഗത്തില് വലിയ പ്രതിഫലം സ്വന്തമാക്കുക. വിശുദ്ധന്റെ തിരുനാൾ ആഘോഷപൂർവം നാം നടത്തുമ്പോൾ വിശുദ്ധൻ ജീവിതത്തില് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തില് താൻ സ്വന്തമാക്കിയ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുക. അമ്മയുടെ മുലപ്പാലിനൊപ്പം വിശ്വാസം സ്വന്തമാക്കിയ വിശ്വാസികളാണ് നാം. പക്ഷേ നമ്മുടെ ജന്മം കൊണ്ട് സ്വന്തമാക്കിയ വിശ്വാസത്തിന് കർമ്മം കൊണ്ട് നമുക്ക് സാക്ഷ്യം നൽകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയില് നാം ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്തു നോക്കണം. നമ്മുടെ നൊവേനയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിതത്തിലെ വിശുദ്ധൻ പുലർത്തിയ ജീവിത സാക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുലർത്തുവാൻ ശക്തമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ജീവിതത്തില് പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തില് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നവരായിട്ട് മാറണം. വിശ്വാസത്തിന് വിലയുള്ളതായിട്ട് കാണണം. ജന്മം കൊണ്ട് നമുക്ക് നൽകിയ വിശ്വാസം കർമ്മം കൊണ്ട് വിലയുള്ളതായിട്ട്, വില നൽകി വിലപ്പെട്ടതായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസികളെന്ന് നാം ആ നാമം വഹിക്കുന്നതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് വിശുദ്ധന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ജീവിതത്തില് നാം സ്വന്തമാക്കിയ വിശ്വാസത്തിന്
വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാക്ഷ്യം നൽകുക, അതാണ് നമ്മുടെയൊക്കെ ധർമ്മം എന്നുള്ളത്. നമുക്ക് വിശ്വാസികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നവരാണ്. ഈശ്വര വിശ്വാസം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. എവിടെയാണ് നമ്മുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുക? ആരാണ് യഥാർത്ഥ വിശ്വാസി? കേരള സാഹിത്യകൃതികൾക്ക് ഒത്തിരിയേറെ സംഭാവന നൽകിയ ഒരു സാഹിത്യകാരനാണ് KP അപ്പൻ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി വലിയൊരു അഭിമുഖം നടക്കുകയാണ്. ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളെ കുറിച്ച് അഭിമുഖത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ചും കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തെ അഭിമുഖം നടത്തിക്കൊണ്ടിരുന്ന പത്രപ്രവർത്തകൻ സാഹിത്യകാരനായ KP അപ്പനോട് ചോദിച്ചു, ആരാണ് വിശ്വാസി? KP അപ്പൻ ആ പത്രപ്രവർത്തകനോട് ചോദിച്ചു, ആരാണ് ദൈവവിശ്വാസി? ആ പത്രപ്രവർത്തകൻ ചാടി ഉത്തരം പറഞ്ഞു, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ. അപ്പോൾ KP അപ്പൻ ഉടനെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ പിശാചുകളും ദൈവവിശ്വാസികളാണ്, കാരണം അവരും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ പത്രപ്രവർത്തകന് ഉത്തരമുണ്ടായില്ല. KP അപ്പൻ തുടർന്ന് പറഞ്ഞു, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല യഥാർത്ഥ വിശ്വാസി, മറിച്ച് ദൈവത്തെ അനുഭവിച്ച് അറിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തില് വിശ്വാസി എന്ന ലേവലിൽ അറിയപ്പെടുമ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന തലത്തിൽ മാത്രമാണ് പലപ്പോഴും നാം എത്തി നിൽക്കുക. ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നു വരുവാനായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകാറുണ്ട്. ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നാം ഒക്കെ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. വിശുദ്ധരൊക്കെ അതാണ് കാണിച്ചു തരുന്നത്. കർത്താവിനെ അല്ലെങ്കിൽ ഈശോയെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വിശ്വാസം വിശുദ്ധ സെബസ്ത്യാനോസിനുണ്ടായിരുന്നു. പലപ്പോഴും നാം ഒക്കെ ഒരു പ്രായോഗിക നിരീശ്വരത്വത്തിലാണ് ജീവിച്ചു പോകുക. പ്രായോഗിക നിരീശ്വരത്വം എന്ന് പറഞ്ഞാല് ദൈവമുണ്ട്, ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ നാം വിശ്വസിക്കുന്ന ദൈവത്തിന് എന്റെയൊക്കെ വ്യക്തി ജീവിതത്തില്, എന്റെയൊക്കെ കുടുംബ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൈമുതലായിട്ട് കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും, ദൈവത്തിന് രോഗശാന്തി നൽകുവാൻ സാധിക്കും, ദൈവത്തിന് അടയാളങ്ങൾ കാണിക്കുവാൻ സാധിക്കും. ഈ വിശ്വാസമൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്റെ വ്യക്തി ജീവിതത്തില് സൗഖ്യം നൽകുവാൻ, അടയാളം കാണിക്കുവാൻ, മാറ്റം വരുത്തുവാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സാധിക്കുമെന്നുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കുവാൻ, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾക്കും നമ്മെ വേർതിരിക്കുവാനോ നമ്മെന്നാണ് ആവശ്യത്തിന് ഇന്നും നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തില് നമുക്കൊക്കെ മാതൃകയായിട്ട് നിലനിൽക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ എന്റെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ എന്നല്ല, മറിച്ച് എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശോ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുന്നു, ഈശോ എന്റെ സ്വന്തമാകുന്നു. അതുകൊണ്ടാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമാസ് ലീഗ തമ്പുരാന്റെ മുന്നിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. ഈശോ എനിക്ക് സ്വന്തമാകുന്ന, ഈശോയെ സ്വന്തമാക്കുന്ന വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഒരിക്കൽ കുറച്ച് കുട്ടികള് രാജകൊട്ടാരം കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ട്. കുട്ടികൾ ആർക്കുല്ലസിച്ച് കൊട്ടാരത്തിലെത്തുകയാണ്. കൊട്ടാരത്തിലെത്തിയ കുട്ടികളെ കണ്ടപ്പോൾ രാജാവിന് ഒത്തിരിയേറെ സന്തോഷമായി. കുട്ടികളുടെ മുന്നിൽ രാജാവ് വലിയൊരു ഓഫർ വയ്ക്കുകയാണ്. ഈ കൊട്ടാരത്തില് നിങ്ങൾ എന്തൊക്കെ തൊടുന്നുവോ അതൊക്കെ നിങ്ങളുടേതായിരിക്കും. അത് കേട്ട് കുട്ടികൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. അവർ ആ കൊട്ടാരത്തിലുള്ള മനോഹരമായ വസ്തുക്കളില്, ചിത്രങ്ങളില്, പാത്രങ്ങളിലൊക്കെ തൊട്ട് ഓരോന്ന് സ്വന്തമാക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട മനോഹരമെന്ന് തോന്നിയ ഓരോ വസ്തുക്കൾ സ്വന്തമാക്കി അവർ തിരികെ പോയി. പക്ഷെ ആരും രാജാവിനെ തൊട്ട് രാജ്യം സ്വന്തമാക്കിയില്ല. രാജാവിനെ തൊട്ടാൽ രാജാവിന്റെ സ്വന്തമായ രാജ്യം സ്വന്തമാകുന്ന ഒരു തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലും ഇത് തന്നെ കാണുവാൻ സാധിക്കും.
ക്രിസ്തുവിനെ തൊട്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിലേക്ക്, ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ച് വിശ്വാസം എന്നുള്ളത്, വിശ്വാസ ജീവിതം എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ജീവിതമാണ്. മറിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്വന്തമായ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുന്ന ഒരു വിശ്വാസ തലത്തിലേക്ക് ഉയർന്നു വരുവാനാണ് നാമൊക്കെ ഓരോ തിരുനാൾ ആഘോഷങ്ങളിലും പരിശ്രമിക്കേണ്ടത്. തേനീച്ചക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം. മനോഹരമായ ഒരു തേനീച്ചക്കൂട് ഉണ്ടാക്കി അതിൽ കുറെ പഞ്ചസാര ലായനി വെച്ച് കുറച്ച് തേനീച്ചകളെ പിടിച്ചിട്ടാൽ അത് തേനീച്ചക്കൂടാവുകയില്ല. തേനീച്ചക്കൂടാവണമെങ്കിൽ അതില് റാണി തേനീച്ചയെ കൊണ്ടുവരണം. റാണി തേനീച്ചയെ കൊണ്ടുവന്നാൽ മറ്റുള്ള തേനീച്ചകളിലേക്ക് അവിടേക്ക് കടന്നു വരികയും അവിടെ ഒരു തേനീച്ചക്കൂട് രൂപപ്പെടുകയും ചെയ്യും. ആധ്യാത്മിക ജീവിതത്തില്, വ്യക്തി ജീവിതത്തില് ക്രിസ്തുവിനെ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തില് തമ്പുരാന്റെ സ്വന്തമായ സകലവിധ നന്മകളും കൃപകളും കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തില് മാറ്റം വരുത്തേണ്ടത് അതാണ്. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ആഗ്രഹമുള്ളത് നാം ചോദിക്കുന്ന ഒരു വിശ്വാസമാകാതെ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം എന്നുള്ളത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ, ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയാൽ, നാം ക്രിസ്തുവിന്റെ സ്വന്തമായി മാറിയാൽ പിന്നെ തമ്പുരാന്റെ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും എന്നും നമ്മോടുകൂടി ഉണ്ടാകും. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന, നാം ചോദിക്കുന്ന വിധത്തിനപ്പുറം, ആ തലത്തിനപ്പുറം നൽകുവാനായിട്ട് തമ്പുരാന് സാധിക്കും. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി ഒരു പെട്ടിക്കടയിലേക്ക് ചെന്നു. പെട്ടിക്കട നടത്തുന്നത് ഒരു വല്യപ്പനാണ്. വല്യപ്പൻ കുറെ സഹായം ആ കുട്ടിയോട് ചോദിച്ചു. പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ട് മൂലം വല്യപ്പന് കുറേയൊന്നും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് വെള്ളം അകലെ നിന്ന് എടുത്തുകൊണ്ടുവരുവാനും കിണറിൽ നിന്ന് കോരിക്കൊണ്ടുവരുവാനും ഒക്കെ ഈ കുട്ടിയോട് സഹായം ചോദിച്ചപ്പോൾ കുട്ടി നല്ല മനസ്സുകൊണ്ട് ആ വല്യപ്പനെ സഹായിച്ചു. അങ്ങനെ സഹായിച്ചു നിൽക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ വല്യപ്പന് ഒത്തിരി സന്തോഷമായി. വല്യപ്പൻ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഒരു പിടി മിഠായി നീ ആ മിഠായി ഭരണിയിൽ നിന്ന് എടുത്തോ. കേട്ട കുട്ടി പറഞ്ഞു, വേണ്ട, വല്യപ്പൻ തന്നെ എടുത്തു തന്നാൽ മതി. വല്യപ്പൻ നിർബന്ധിച്ചു, മോനെ സഹായിച്ചതല്ലേ, ഒരു പിടി മിഠായി നീ ആ ഭരണിയിൽ നിന്ന് എടുത്തോ. അപ്പോഴും കുട്ടി പഴയ മറുപടി ആവർത്തിച്ചു, ഇല്ല, വല്യപ്പൻ തന്നെ എടുത്തു തന്നാൽ മതി എന്ന്. പിന്നെ ഒരു വല്യപ്പൻ ചോദിച്ചു, മോനെന്താ ഈ മിഠായി ഭരണിയിൽ നിന്ന് എടുക്കാനേ? കുട്ടി തന്റെ നിഷ്കളങ്കമായ രീതിയിൽ ഉത്തരം പറഞ്ഞു, എന്റെ കൈ ചെറുതല്ലേ, വല്യപ്പന്റെ കൈ വലുതാണ്, വല്യപ്പൻ നൽകുമ്പോൾ കൂടുതലുണ്ടാകും. കഥ കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. സ്നേഹിതനവരെ, നാം ഒക്കെ വിശ്വാസ ജീവിതത്തില് തമ്പുരാന്റെ സന്നദ്ധയിൽ വന്ന് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ആഗ്രഹമുള്ളത് നാം ചോദിക്കുകയാണ്. മറിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കാറില്ല. ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ ക്രിസ്തു നാം ചോദിക്കുന്നതിനും നാം ആഗ്രഹിക്കുന്നതിനും അപ്പുറം നൽകും. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ ജീവിതത്തിൽ കാണിച്ചു തരുന്നതാണ്. ആ വിശുദ്ധൻ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ട് താൻ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളില്, ജീവിതത്തിന്റെ കഷ്ടപ്പാടില്, ജീവിതത്തിന്റെ മോഹന വാഗ്ദാനങ്ങളില് ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ചു, ആത്മാർത്ഥമായി ജീവിച്ചു. താൻ ഏറ്റുപറഞ്ഞ, താൻ സ്വന്തമാക്കിയ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി. നമ്മുടെയൊക്കെ ജീവിതത്തില് നാം സ്വന്തമാക്കുന്ന ക്രിസ്തുവിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രാർത്ഥന സദയം കേൾക്കണമേ.
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ ഔസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവായ മാർ ജോർജ്